എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷം, അതായത് ചിങ്ങം 2024 മുതൽ അടുത്ത ചിങ്ങം 2025 വരെയുള്ള ഒരു വർഷക്കാലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പർ മറ്റു ഡീറ്റെയിൽസ് ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ചതയം നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷക്കാലം, അതായത് ചിങ്ങം 2024 മുതൽ അടുത്ത 2025 ചിങ്ങമാസം വരെ ഉള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ചതയം നക്ഷത്രക്കാർക്ക് blessings, achievement, delight, harmony, എനർജറ്റിക് മൊമെന്റ്, ബ്യൂട്ടിഫുൾ എനർജി. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഡിവൈൻ സപ്പോർട്ട്. ഇനി ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി 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 സന്തോഷം തരുന്ന ഒരു സമയമാണ്. ഇത് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. കാരണം ബ്ലെസ്സിങ്സ്, അച്ചീവ്മെന്റ്സ്, ഡിലൈറ്റ്, ഹാർമണി, എല്ലാ അർത്ഥത്തിലും വേണ്ടുന്നതെല്ലാം ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ്. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു വർഷം നിങ്ങളൊരു ലോട്ടറി എടുക്കുകയാണെങ്കിൽ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം കൊണ്ട്, അതായത് ഭാഗ്യം ഒത്തിരി ഉള്ള ഒരു വർഷമാണ്. ഭാഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലായിട്ട് പറയുന്ന ഒരു രീതിയിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, ഭാഗ്യം അപ്രതീക്ഷിതമായിട്ട് ലഭിച്ചു ഭാഗ്യം എന്ന് പല കാര്യങ്ങളിലാവും. അപ്പോൾ ലോട്ടറി ഭാഗ്യം അതൊരു നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന ഒരു കാര്യമാണ്. അത്രയ്ക്ക് ഭാഗ്യം ഉള്ള ഒരു സമയമാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് കടക്കുമ്പോൾ ഐശ്വര്യം, ജീവിതത്തിലേക്ക് സംതൃപ്തിയും സമാധാനവും ഒക്കെ വരുന്ന സമയമാണ്. സൗഹൃദങ്ങൾ ഒത്തിരി, നിങ്ങൾ എവിടെ ചെന്നാലും എല്ലാവർക്കും നിങ്ങളോട് ഒത്തിരി സ്നേഹമായിരിക്കും, ഇഷ്ടമായിരിക്കും. പൊതുവിൽ നിങ്ങളോട് വലിയ താല്പര്യം ഇല്ലായിരുന്ന ആളുകൾ പോലും നിങ്ങളായിട്ട് വളരെയധികം കമ്പനിയാണ്. ഇപ്പൊ നിങ്ങളെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വീട് മാറുക, സ്ഥലം മാറ്റം, ജോലി സംബന്ധമായിട്ടുള്ള ട്രാൻസ്ഫർ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറുന്നതാവാം. സ്ഥലം മാറുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം, പുതിയ സ്ഥലം, പുതിയ ആളുകൾ ഒക്കെ എങ്ങനെയായിരിക്കും, പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ അടുത്ത സൗഹൃദങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷനൊക്കെ മൈൻഡിൽ ഉണ്ടാവാം. പക്ഷെ ഇവിടെ ഏത് സ്ഥലം, ഏതാള്, എവിടെ എന്നുള്ളതൊന്നും നിങ്ങൾക്ക് ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യമില്ല. കാരണം നിങ്ങളാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ള എന്ന് പറയുന്ന ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങൾ എവിടെ പോയാലും ഏതിടത്താണെങ്കിലും എല്ലാവർക്കും നിങ്ങളോടൊരു പ്രത്യേക താല്പര്യമായിരിക്കും, എല്ലാവർക്കും നിങ്ങളോടൊരു ഇഷ്ടമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇനി സ്ഥലം മാറി മറ്റൊരു ഓഫീസിലേക്ക്, പുതിയൊരു ഓഫീസിലേക്ക് ജോലി കിട്ടി പോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു എല്ലാവരുമായിട്ടൊരു സൗഹാർദ്ദപരമായിട്ടുള്ള സാഹചര്യം, സൗഹൃദം സ്ഥാപിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കോളേജിലെ പുതിയ കോളേജോ സ്കൂളോ മാറുന്നുണ്ടെങ്കിൽ അവിടെ പുതിയ സുഹൃത്തുക്കള്, ഇപ്പോൾ വീട് മാറുന്നുണ്ടെങ്കിൽ പുതിയ അയൽവാസികൾ, എല്ലാവരും വളരെ നല്ല ആളുകളായിരിക്കും. എല്ലാവരും നിങ്ങളോട് വളരെ സന്തോഷമായിട്ട് പെരുമാറുന്നു, വളരെ അടുപ്പം, പെട്ടെന്ന് തന്നെ ആളുകളോട് അടുക്കാൻ പറ്റുന്നുണ്ട്. ആളുകൾ നിങ്ങളോട് പെട്ടെന്ന് അടുക്കുന്നുണ്ട്. കാരണം വളരെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്ന സമയമാണ്. അതേപോലെ തന്നെ പറഞ്ഞപ്പോൾ വീട് മാറുന്ന കാര്യം, ചിലപ്പോൾ നിങ്ങൾ പുതിയ വീട് വയ്ക്കുന്നതോ വാങ്ങിക്കുന്നതോ ആവാം. ഈ ഒരു വർഷം വളരെ ശുഭമായിട്ടുള്ള സമയമാണ്. അപ്പോൾ വീട് വയ്ക്കുകയോ വാങ്ങുന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ ശുഭമായിട്ടുള്ള വർഷമാണ്, ഈ ഒരു വർഷക്കാലം ഉടനീളം. അതേപോലെ സ്ഥലം മാറുന്നതായിട്ട് ട്രാൻസ്ഫർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫറോ പ്രൊമോഷനോ പുതിയ ജോലിക്ക് ശ്രമിക്കാനോ ഒക്കെ പറ്റിയൊരു സമയമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയം കൂടിയിട്ടാണ് ഈ ഒരു വർഷം നിങ്ങളെന്ന് പറയുന്നത്. അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് ലഭിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പോയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിനുള്ള സാധ്യത. ഇനി വിദേശത്തുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ വേറെന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. പിന്നെ ഇപ്പൊ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജോലിയിൽ പ്രൊമോഷനും ട്രാൻസ്ഫറും കൂടിയിട്ടുള്ളതോ പുതിയ ജോലി, കുറച്ചും കൂടി നല്ലൊരു ജോലി ലഭിക്കുന്നുണ്ടാവും. അവാർഡ്സും റിവാർഡ്സും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അക്കാഡമിക്സിൽ മികവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജോലി എന്ന് ഇപ്പോൾ ഒരു പ്രൊഫസറോ ടീച്ചറോ ലെക്ചറോ റിസർച്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവാർഡ്, അല്ലെങ്കിൽ ബെസ്റ്റ് റിസർച്ചർ ഓഫ് ദി ഇയർ, അല്ലെങ്കിൽ ബെസ്റ്റ് എന്തെങ്കിലും ഒരു അവാർഡ്, ബെസ്റ്റ് ടീം ലീഡ്, അല്ലെങ്കിൽ ബെസ്റ്റ് സെയിൽസ് പേഴ്സൺ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത്, അല്ലെങ്കിൽ സ്കൂളിലാണ് ഈ ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള അവാർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിങ്ങൾക്ക് സംതൃപ്തിയും സന്തോഷവും തരുന്ന പല കാര്യങ്ങളാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഒരു എല്ലാ അർത്ഥത്തിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി
ഒത്തിരി അച്ചീവ്മെന്റ്സ് നേടുന്നുണ്ട്. അതേപോലെ തന്നെ വിവാഹം ചില ആളുകൾക്ക് കാണിക്കും. വിവാഹം ഒരു അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ കാണുന്നില്ലെങ്കിൽ പോലും വിവാഹം എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലതും ഇനി അങ്ങോട്ടേക്ക് നേടാൻ പോകുന്നതിന്റെ തുടക്കം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിത പങ്കാളി, ആ ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് കൊണ്ടിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്തിനും ഏതിനും ഒരു ഗൈഡൻസ്, നിങ്ങളുടെ ഒരു ഗൈഡ്, ഒരു ഗുരു പോലെ ആയിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് ജീവിത പങ്കാളിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആ ഒരു നിങ്ങളുടെ ഒരു ജീവിത പങ്കാളി നിങ്ങളെ സംബന്ധിച്ച് ഒരു ഗുരു എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു വഴികാട്ടിയായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പൊ അതും ഒരു അച്ചീവ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോ ഭക്ഷണപ്രിയരായിട്ടുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ പല പല നല്ല നല്ല ഭക്ഷണങ്ങളും പല രാജ്യത്തെ പല സാഹചര്യത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളും ഒക്കെ കഴിക്കാൻ പറ്റും, ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്നു എന്നതിന്റെ ഒരു സംതൃപ്തി. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഒത്തിരി നമ്മൾ ഹാപ്പി ആയിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ആ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളത്, നിങ്ങൾ ഇതുവരെ ശ്രമിച്ച് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയിട്ടുള്ളതോ നടക്കില്ല ഒരിക്കലും എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാത്ത ഒരാൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതാവാം, വിദേശത്ത് പോകാത്ത ഒരാൾ ആദ്യമായിട്ട് വിദേശത്തേക്ക് പോകുന്നത്, ഒരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റോ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില ആൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സെലിബ്രിറ്റിയെ കാണാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ഇപ്പോൾ ഒരു സ്പോർട്സിലോ കലാപരമായിട്ടുള്ള രംഗത്തോ അല്ലെങ്കിൽ പൊളിറ്റിക്സിലോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വളരെ നിങ്ങളൊരു ആരുടെയെങ്കിലും ഒരു ഫാൻ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവർക്ക് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടങ്ങളുണ്ടല്ലോ, അവർക്ക് സംതൃപ്തി തരുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു വർഷക്കാലം സൂചിപ്പിക്കുന്ന ഹാർമണി എനർജിയാണ്. പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, എല്ലാ തരത്തിലും, അപ്പോൾ ഇവിടെ പറയാൻ ചില ഫാമിലി സിറ്റുവേഷനിൽ പ്രണയം തുറന്നു പറയാത്ത ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ എല്ലാം ഇങ്ങനെ തുറന്നു പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ചില പുരുഷന്മാരെ സംബന്ധിച്ച് ചില ആളുകൾ മുരടൻ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. കാരണം തുറന്ന് സംസാരിക്കുന്നു, മനസ്സിലുള്ള തുറന്നു പറയാറുണ്ട്. ചില ഫാമിലിയിലെ സിറ്റുവേഷൻസ് ഉണ്ട്, സങ്കടങ്ങളൊന്നും ഒരിക്കലും പറയില്ല, കാരണം അതെല്ലാം ഉള്ളിൽ വെക്കണം, ഫാമിലിയിൽ അറിയിക്കാതിരിക്കുകയാണ് ഒരു ശരിയായിട്ടുള്ള രീതി എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ഒന്നും തുറന്നു പറയില്ല, ഹൃദയത്തിൽ തന്നെ വച്ചുകൊണ്ടിരിക്കും. സങ്കടമായാലും സന്തോഷമായാലും സ്നേഹമായാലും എല്ലാം. ദേഷ്യം മാത്രമായിരിക്കും തുറന്നു കാണിക്കുന്നത്, കാരണം അത് തുറന്നു കാണിക്കാന്നാണ് ചില ആളുകൾ ചിന്തിക്കുന്നത്. ആ ഒരു രീതിയിൽ ഉള്ള ആളുകളൊക്കെ എല്ലാം തുറന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്, സ്നേഹവും ഇഷ്ടവും ഒക്കെ. അപ്പോൾ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ഫാമിലി ലൈഫിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാലങ്ങൾക്ക് ശേഷം, വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഒത്തിരി കാലങ്ങൾക്ക് ശേഷം ആ ഒരു എനർജി ഉണ്ട്, പോസിറ്റിവിറ്റി ഉണ്ട്, വളരെ പ്ലസന്റ് ആയിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പിന്നെ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഊഷ്മളത, കാരണം ഒരു പ്രായം കഴിയുമ്പോൾ ആ ഒരു ബന്ധത്തിൽ ഒരു ചെറിയ അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണിക്കുന്നുണ്ട്. ആക്റ്റീവായിട്ടുള്ള പല ആക്ടിവിറ്റീസിലും നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സ്പോർട്സിലും ആർട്സിലും കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുന്ന തരത്തിലുള്ളത്, ഇപ്പോൾ ഡാൻസിങ്, എയറോബിക്സ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജിംനാസ്റ്റിക്സ് ആയിട്ടുള്ളതോ, അല്ലെങ്കിൽ സ്പോർട്സ്, ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കേണ്ടി വരുന്ന തരത്തിലുള്ള ഡാൻസിങ് പോലുള്ള കാര്യങ്ങളിലൊക്കെ മക്കള് ചില ആളുകൾ ചേർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി ചില ആളുകളെ സംബന്ധിച്ച് ഇത് നിങ്ങളിനി പ്രായമായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ കൂടിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു പ്രായപരിധി ഇല്ലാതെ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചേരുന്നുണ്ട്. ചില ആളുകളിപ്പോൾ 40-50 ഇയേഴ്സ് ആയിട്ടുള്ള കരാട്ടെ, കുൻഫു പോലുള്ള കാര്യങ്ങളിലൊക്കെ ചേരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രായഭേദമന്യേ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതേപോലെ എല്ലാത്തിനും ദൈവാനുഗ്രഹമുള്ള സമയമാണ്. അപ്പൊ എന്ത് കാര്യം ചെയ്താലും അതിലൊരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം പലപ്പോഴും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഉടനെ അതിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു തടസ്സവും ഇല്ലാതെ എന്ത് കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാലും ഒരു തടസ്സവും ഇല്ലാതെ അതിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതിന്റെ ഒരു സൂചനയാണ് ഇതിവിടെ തരുന്നത്. അതിന്റെ ഒരു സന്തോഷവും സംതൃപ്തിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. ദൈവത്തിൽ അല്ലെങ്കിൽ ദൈവവിശ്വാസികളായിട്ടുള്ളവരാണെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം വളരെയധികം കൂടുന്നുണ്ട്. മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ, ചടങ്ങുകളിൽ പങ്കെടുക്കുക, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുക. ഇപ്പോൾ പലരും കുടുംബപരമായിട്ട് ചെയ്യേണ്ടുന്ന, ഇപ്പോൾ ചില കുടുംബക്ഷേത്രത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നടത്തേണ്ടുന്ന എന്തെങ്കിലും ഉത്സവങ്ങളോ മറ്റു കാര്യങ്ങളോ
അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.